ഓം ശാന്തി. ഞാൻ ആത്മാ ഈ സ്ഥൂല ദേഹത്തിൽ നിന്നും ഡിറ്റാച്ചായി എൻ്റെ പ്രകാശ ശരീരത്തിലൂടെ പ്രകാശത്തിൻ്റെ വേഗതയിൽ ഉയർന്ന് സാകാരി വദനത്തിൽ നിന്നും ദൂരെ ആകാരി വദനത്തിലെത്തുന്നു. ഇതെന്റെ അവ്യക്ത വദനമാണ്. ഇവിടെ ഞാൻ എൻ്റെ അവ്യക്ത സ്വരൂപത്തിൽ സുഖസാഗര ബാബയുടെ കൂടെയിരിക്കുന്നു. ബാബയുടെ നയനങ്ങളിൽ നിന്നും സുഖത്തിൻ്റെ ശീതള കിരണങ്ങൾ എന്നിൽ പതിഞ്ഞുകൊണ്ടിരിക്കുന്നു. സുഖസാഗരത്തിൽ നിന്നും എനിക്ക് സത്യമായ അലൗകിക സുഖം പ്രാപ്തമാക്കുന്നു. പ്രിയ ബാബ എൻ്റെ എല്ലാ ദുഃഖങ്ങളും മാറ്റി എന്നെ അപാര സുഖത്താൽ സമ്പന്നമാക്കി. സുഖത്തിൻ്റെ മടിയിലിരുത്തിയിരിക്കുന്നു. ഞാൻ പരമാത്മ സ്നേഹത്തിൻ്റെ സുഖദായി ഊഞ്ഞാലിൽ ആടിക്കൊണ്ടിരിക്കുന്നു. സുഖസാഗരത്തിൻ്റെ അലകളിൽ അലയടിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ മാസ്റ്റർ സുഖസാഗരമായി തീരുന്നു. ഞാനിപ്പോൾ സമ്പൂർണ്ണ സുഖ സ്വരൂപ സ്ഥിതിയിലിരിക്കുന്നു. ഇപ്പോൾ ബാബു സമാനമായി മാസ്റ്റർ ദുഃഖഹർത്താവായി സർവ ആത്മാക്കളുടെയും ദുഃഖങ്ങൾ ഹരിച്ച് സർവർക്കും സുഖം പ്രദാനം ചെയ്യുന്നു. സമ്പൂർണ്ണ സുഖ സ്വരൂപത്തിൽ ഞാൻ ഫരിസ്ത ആകാരി വദനത്തിൽ നിന്നും താഴോട്ടിറങ്ങി ഭൂഗോളത്തിന് മുകളിലിരിക്കുന്നു. ലോകത്തിലെ ദുഃഖി അശാന്ത ആത്മാക്കളെ കാണുകയാണ്. ഓരോരുത്തരും നിലവിളിക്കുന്നു, സുഖം നൽകൂ, ശാന്തി നൽകൂ. ഞാൻ ആത്മാക്കളുടെ ദുഃഖത്തിൻ്റെ വിളി കേൾക്കുന്നു. ഞാൻ മാസ്റ്റർ സുഖകർത്ത ദുഃഖഹർത്ത എൻ്റെ നയന കമലങ്ങളിൽ നിന്നും സുഖത്തിൻ്റെ കിരണങ്ങൾ വിശ്വത്തിൽ 4 ഭാഗത്തും വ്യാപിപ്പിക്കുന്നു. ഓരോ ദുഃഖി ആത്മാക്കളിലും സുഖത്തിൻ്റെ കിരണങ്ങളെത്തി ദുഃഖത്തിൽ നിന്നും മുക്തമാക്കുന്നു. മുഴുവൻ ലോകവും സുഖമയമാക്കുന്നു. ഞാൻ മാസ്റ്റർ ദുഃഖഹർത്ത സുഖകർത്ത ആത്മാക്കളെ അപാര ദുഃഖത്തിൽ നിന്നും ഒഴിവാക്കി അപാര സുഖത്തിൻ്റെ ലോകത്തിലേക്ക് പോകാനുള്ള വഴി കാട്ടിക്കൊടുക്കുന്നു. ഇപ്പോൾ വായുമണ്ഡലത്തിൽ സുഖത്തിൻ്റെ പ്രകമ്പനങ്ങൾ പരത്തിക്കൊണ്ട് ഞാൻ
ഞാൻ സാവധാനം സാകാരവദനത്തിലെത്തുന്നു. ഈ സ്ഥൂല ശരീരത്തിൽ ഭൃഗുടി സിംഹാസനത്തിൽ പ്രവേശിക്കുന്നു. ഈ സ്മൃതിയോടെ ഇരിക്കുന്നു. ഞാൻ സമ്പൂർണ്ണ സുഖസ്വരൂപ ആത്മാവാണ്. സർവരുടെയും ജീവിതം സുഖിയാക്കുന്നു. അലൗകിക സുഖത്തിന്റെ അനുഭവം ചെയ്യിക്കുന്നു. ഓരോ കർമ്മവും വചനവും സർവർക്കും സുഖത്തിന്റെ അനുഭൂതി ചെയ്യിക്കുന്നു. ഞാൻ മാസ്റ്റർ സുഖകർത്ത, ദുഃഖഹർത്ത, സർവർക്കും സുഖം വിതരണം ചെയ്യുന്ന പുതിയ സ്വർണിമ ലോകം സ്ഥാപിക്കാൻ നിമിത്തമാകുന്നു. ബാബ വന്ന് എല്ലാവരുടെയും ദുഃഖത്തെ ഹരിച്ച് സുഖം നൽകുന്നു. ദുഃഖഹർത്ത പിതാവിന്റെ കുട്ടിയായ ഞാൻ ആർക്കും തന്നെ ദുഃഖം നൽകാൻ പാടില്ല. ഉയർന്ന പദവി നേടുന്നവർ സദാ ശ്രീമതപ്രകാരം മുന്നേറുന്നു. ഒരിക്കലും പ്രയത്നിക്കേണ്ടി വരില്ല. സ്വയം രാജതിലകം നൽകുന്നതിനു വേണ്ടി പഠിക്കുന്നു. സർവരുടെയും പ്രതി ദയാമനസ്കരും മംഗളകാരിയുമാക്കുന്നു. ആത്മാവ് എത്രത്തോളം ബാബയെ ഓർമ്മിക്കുന്നുവോ അത്രയും പവിത്രമാകും. ദുഃഖത്തെ ഹരിക്കാനുള്ള യുക്തി ബാബ പഠിപ്പിച്ചു തരുന്നു. മൂലവതനത്തിൽ സൃഷ്ടിയില്ല. അവിടെ ശാന്തിയാകുന്ന സ്വധർമ്മത്തിൽ സ്ഥിതി ചെയ്യുന്നു. ബാബ പറയുന്നു, നിങ്ങൾ എന്റേതായി മാറിയിരിക്കുന്നു. അതിനാൽ ആർക്കും ദുഃഖം നൽകരുത്. ഇത് ഗുപ്തമായ യുദ്ധമൈതാനമാണ്. ബ്രാഹ്മണനിൽ നിന്നും ജ്ഞാനം നേടുന്നവർക്ക് സ്വർഗത്തിലേക്ക് വരാൻ സാധിക്കൂ. ആർക്കാണോ ബാബയുടെ പരിചയം ലഭിച്ചത് അവർ സ്വർഗത്തിലേക്ക് വരും. ഞാൻ പതിത പാവനനായ ബാബയെ ഓർമ്മിക്കുന്നതിലൂടെ മാത്രമേ പാപം നശിക്കൂ. ജ്ഞാനത്തിന്റെ വിനാശം സംഭവിക്കില്ല. എല്ലാവരും ബാബയുടെ കുട്ടികളാണ്. ബാബ പറയുന്നു, എന്നെ ഓർമ്മിക്കുന്നതിലൂടെ നിങ്ങൾ എൻ്റെ പക്കലേക്ക് മുക്തിധാമത്തിലേക്ക് എത്തിച്ചേരും. എനിക്കറിയാം, ഞാൻ സ്വരാജ്യം സ്ഥാപിച്ചു കൊണ്ടിരിക്കുകയാണ്. പുതിയ ലോകം തീർച്ചയായും സ്ഥാപിക്കപ്പെടും. ഇത് ഡ്രാമയിൽ മുൻകൂട്ടി നിശ്ചയിക്കപ്പെട്ടതാണെങ്കിൽ എത്രയധികം സന്തോഷിക്കണം. ദേഹാഭിമാനത്തെ ഉപേക്ഷിക്കണം. 84 ജന്മങ്ങൾ ഇപ്പോൾ പൂർത്തിയായിരിക്കുകയാണ്. ഭാരതത്തെ വീണ്ടും സ്വർഗമാക്കണം. മുന്നോട്ടു പോകവേ ഭാവി പ്രവചനങ്ങൾ കേൾക്കും. ബാബയുടെ സന്ദേശം കാതുകളിലെത്തിക്കണം. രാജധാനിയുടെ സ്ഥാപനം ഉണ്ടാകുന്നതുവരെയും വിനാശമുണ്ടാകില്ല. ഒരേ ഒരു ബാബ വന്ന് വിശ്വത്തെയും പരിവർത്തനപ്പെടുത്തുന്നു. ഇവിടെ വളരെ ലളിതമായി ജീവിക്കണം. ഇല്ലെങ്കിൽ ദേഹാഭിമാനത്തിൽ വരും.
ബാബയുടെ നിർദ്ദേശമനുസരിച്ച് മുന്നേറുന്നതിലൂടെ മംഗളമുണ്ടാകുന്നു. ഞാൻ ഒരിക്കലും ബഹളം വെക്കുകയോ കലഹിക്കുകയോ ചെയ്യില്ല. ബാബ വരദാനം തന്നിരിക്കുന്നു. സന്തുഷ്ടതയുടെ വിശേഷതയിലൂടെ സേവനത്തിൽ സഫലതാമൂർത്തിയായി മാറുന്ന സന്തുഷ്ടമണിയായി ഭവിക്കൂ. എവിടെയാണോ സ്വയം പ്രതി അല്ലെങ്കിൽ സമ്പർക്കത്തിൽ വരുന്നവർ സന്തുഷ്ടരാവാത്തത്, ആ സേവനം പ്രാപ്തിയുണ്ടാക്കുന്നില്ല. ആദ്യം ഏകാന്തവാസിയായിരുന്നു കൊണ്ട് സ്വപരിവർത്തനത്തിലൂടെ സന്തുഷ്ടമണിയുടെ വരദാനം പ്രാപ്തമാക്കിക്കൊണ്ട് സേവനത്തിൽ വരുന്നു. അപ്പോൾ സഫലതാമൂർത്തിയാകുന്നു. വിഘ്നങ്ങളാകുന്ന കല്ലിനെ ഉടച്ച് സമയം പാഴാക്കാതെ അവയെ ഹൈ ജമ്പിലൂടെ മറികടക്കുന്നു. സങ്കല്പങ്ങളുടെ വിസ്താരത്തിൽ പോകാതെ അർത്ഥം ഉൾക്കൊള്ളാനുള്ള ശക്തിയെ ധാരണ ചെയ്യുന്നു. ഓം ശാന്തി.